പ്ലാൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, പുതിയ ബിസിനസ് പ്ലാൻസ് ഒക്കെ എന്താ? ആക്ച്വലി ഗോൾഡ് വിസ കിട്ടിയായിരുന്നു. അപ്പം സാധാരണ ഈ ആൾക്കാർക്ക് ഗോൾഡ് വിസ കൊടുക്കുമ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് UAE അല്ലെങ്കിൽ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സഹായിച്ച് വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പം ഞാൻ നിങ്ങളടുത്ത് തന്നെ പറയും ഇന്ന കാരണം എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളടുത്ത് കൂടി ഷെയർ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. ഈ നല്ല കാര്യങ്ങൾ നടക്കാൻ ദുബായ് ചൂസ് ചെയ്യാൻ കാരണം ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം. കാരണം അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു കാര്യം തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടു. പിന്നെ ഞാൻ അതിന്റെ പോസിബിലിറ്റീസ് എന്താണ്, ചാൻസസ് എന്താണ്, അത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഓക്കെ ശരി UAE അല്ലെങ്കിൽ ദുബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ബെറ്റർ ആണെന്ന് തോന്നി. പക്ഷേ എനിക്ക് എപ്പോഴും കേരളം തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ്, കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ്. സോ അപ്പം എല്ലാവരും പോകുന്നില്ല അധ്വാനിക്കാൻ വേണ്ടി പുറം നാട്ടില്ല, അതുപോലെ ഞാനും പോകുന്നുണ്ട്. നടക്കട്ടെ അല്ലേ, എന്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് അറിയിക്കുന്നത്. ഈ ദുബായിൽ പനമേര ദുബായിൽ പനമേര എടുക്കേണ്ട കാരണം അവിടെ മാത്രം അവിടെ നിൽക്കണേ കൊണ്ടാണ് കൂടുതൽ. അതുകൊണ്ടല്ല, അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാശൊന്നും എൻ്റെ കയ്യിൽ ആരും തന്നിട്ടില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് അഡ്വാൻസ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇവിടത്തെക്കാട്ടിയും 4-ൽ 1 കാശ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഒന്ന് എടുക്കാം. പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒരെണ്ണം എടുക്കണമെന്നുള്ളത്. അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ എത്ര വർഷത്തിനുള്ളിൽ പുതിയ റൂബിനെ കാണാം? എത്ര വർഷത്തിനുള്ളിൽ ബിസിനസ് ഒക്കെ ചെയ്ത് വെൽ സെറ്റിൽഡ് ആയ ഒരു റൂബിനെ കാണാൻ പറ്റുന്നത്? ഞാനിപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഉള്ളതുകൊണ്ട് അതിപ്പോ 100 രൂപയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഒരുപാട് കോഡീഷൻ ആവണമെന്നോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം ഇപ്പൊ തന്നെ 1-2 പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്ക് അറിയുന്നത് പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ, എനിക്ക് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. നോക്കട്ടെ. കല്യാണം കഴിഞ്ഞ പൊടിയായിട്ട് ദുബായ് സെറ്റിലാവും ഉറപ്പായിട്ടും. കാരണം കല്യാണം കഴിഞ്ഞ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും. അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചറായിട്ട് അവിടെ ഒരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ഇന്ന് വരാൻ സാധിച്ചില്ല. നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു ഷോ ഉണ്ട്. അപ്പം അതിനുവേണ്ടി പോയിരിക്കാം. അപ്പം പുള്ളിക്കാരിയായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിങ്ങിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ നടക്കട്ടെ. അതെങ്ങനെ അറിയാം? എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു. അതെ, അപ്പൊ എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും. അതിനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഗുരുവായൂരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം, എവിടെയാണെന്ന് വെച്ചാൽ അറിയിക്കാം. അറിയിക്കാന്ന് അറിയാമല്ലോ. പിന്നെ എന്തിനാണ് പിന്നെ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളെല്ലാരും കുറെ നാളെ ശേഷം കാണുന്നത്. സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ചിലർ നമ്മളെ കുത്തി പ്രൊവോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല. ഞാൻ നോക്കിയിരുന്നു ആരെങ്കിലും ചെയ്യുമെന്ന്, പക്ഷെ ആരും ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, എന്നെ ഇഷ്ടമാണോ? സത്യം പറയാം. അയ്യോ ചേച്ചിയുടെ പേരെന്താ? അയ്യോ ഓക്കെ ഓക്കെ. ഞാൻ അയ്യോ അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ എങ്ങനെ? അപ്പൊ അനുബന്ധ പുതിയ സിനിമ ഇപ്പൊ ഇല്ല. ഞാനത് അടുത്ത വർഷം മനസ്സിലായില്ലേ. സിനിമ ഞാൻ പറയാം, സിനിമ ആഗ്രഹമുണ്ട്. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് വേണ്ടി അധ്വാനിച്ചത് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതായിരിക്കും. ഞാനത് ചെയ്യുകയും ചെയ്യും. അപ്പം എന്താ പറയാ, ഇച്ചിരി സമയം വേണം. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല, അവനെ കൊണ്ട് പറ്റില്ല. അതാണ് എന്റെ പ്രൊമോഷൻ. അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? പോകും. സത്യമല്ലേ? പൊടി സിനിമയിൽ വേറൊരു മേഖലയും കൂടി നോക്കിയിരിക്കുകയാണ്. ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പുതിയ. അതെ, പുള്ളിക്കാരി ആക്ച്വലി അത്യാവശ്യം പാടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം, ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് പുള്ളിക്കാരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു. നന്നായി പാടി. പുള്ളിക്കാരിക്ക് ഞാൻ പറയല്ലോ നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയുക, ഒരുപാട് ടാലന്റഡ് ആയിട്ടോ. പുള്ളിക്കാരിയുടെ ടാലന്റിന്റെ പകുതി പോലും എനിക്കില്ല. അപ്പം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് മാക്സിമം എന്നെ കൊണ്ട് എന്റെ മാത്രം പുള്ളിക്കാരെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ റീച്ചിൽ ഹൈറ്റിൽ എത്താൻ പറ്റുമോ അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.
വിചാരിച്ച ഒരു മൈൽസ്റ്റോണിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. കാരണം see, ചേട്ടാ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 2 വർഷം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ആണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറ്റ്ലീസ്റ്റ് അറിയാം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഞാൻ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാഗത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. മനസ്സിലായില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സാധാരണക്കാരനാണ്. പിന്നെ എനിക്ക് ഒരിക്കലും നല്ലവണ്ണായി ഉണ്ണിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ളൊരു മനസ്സ് കാണിക്കും. അത്രയ്ക്ക് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത്, അല്ലേ? ഞാനിപ്പം അത്യാവശ്യം സെറ്റിലായിട്ടാണ് നിൽക്കുന്നത്. കാരണം ബിഗ് ബോസിന് ശേഷം ഉള്ള ഒരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൗഡായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ. അത്രയും നാളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ചലഞ്ച് തന്നെയായിരുന്നു. മനസ്സിലായി. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റി. അത് തന്നെ. എല്ലാം നന്നായിരിക്കട്ടെ, അത്രേ ഉള്ളൂ. നന്നായി നടക്കട്ടെ. പിന്നെ പിന്നെ ഒരു വിഷമമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, മാറ്റ് കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, മാറ്റിന്റെ ഫ്രണ്ടാണ് ചെകുത്താൻ. ആക്ച്വലി ചെകുത്താന്റെ വീഡിയോസ് ഞാൻ പണ്ട് കാണാറുണ്ട്, ബിഗ് ബോസ് പോകുന്നതിന് മുമ്പൊക്കെ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം ചെകുത്താൻ എന്നെ പറ്റി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു. അത് ചിലർക്ക് എന്റെ ഫോൾട്ട് കാരണമാണ്. പക്ഷെ ഇപ്പൊ എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വീട്ടുകാരത് പറയുമ്പോഴേക്കും ഒബ്വിയസ്ലി എനിക്ക് അതൊരു വിഷമം വരും. അത് പുള്ളിക്കാരനെ ആണെങ്കിൽ പുള്ളിക്കാരൻ വിഷമം വരും. എന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ ചെയ്യുന്ന തെറ്റിന് എന്നെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അല്ലേ? പക്ഷെ നമ്മളെ വീട്ടുകാരെ പറയുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നി. അപ്പൊ എനിക്ക് തെറ്റായിട്ട് തോന്നി. ചിലപ്പം പുള്ളിക്കാരൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യണം, അത് എന്നെ ചെയ്തോ. പക്ഷെ വീട്ടുകാരത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അത് ചെറുത്ത ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റായിട്ട് വിചാരിക്കില്ല. എനിക്കത് പറയണമെന്ന് തോന്നി. ചെറുത്താൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.